മാത്സ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സബ്ജക്റ്റാണ്. അത് പഠിക്കാണ്ട് ശരിയാവില്ല. അത് എത്ര പഠിച്ചാലും കിട്ടില്ല. ഇരുന്ന് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. മാത്സ് ഇല്ലാണ്ട് നിങ്ങളൊന്നും എവിടെ എത്തില്ല. മാത്സ് ഡിഫിക്കൽട്ടാണ്. അതായത് എല്ലാവരും ഈ മാത്തമാറ്റീഷ്യൻസും സയന്റിസ്റ്റും ഒന്നും ആവണമെന്നില്ല. അപ്പോൾ മാത്സ് പഠിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല. പക്ഷെ ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പാസ് മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് ഫുള്ള് വാങ്ങിക്കണമെന്നോ ഫുൾ A1 വാങ്ങിക്കണമെന്നോ ഒന്നുമല്ല, നല്ലൊരു മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഒരു പാരന്റിന്റെ ആഗ്രഹം മാത്രമല്ല, അതൊരു കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. മാത്സ് ഒരു സബ്ജക്റ്റ് എന്നതിനപ്പുറം അവരൊക്കെ കളിക്കുന്ന ഒരു വീഡിയോ ഗെയിമിലെയോ അല്ലെങ്കിൽ അവർ സോൾവ് ചെയ്യുന്ന ഒരു പസിലത്തെയോ ഒക്കെ പോലെ ഒരു പസിലാണ് നമ്മളിപ്പോൾ ഈ സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വേർഡ് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് നമ്മൾ അവർ ചോദിച്ചൊരു സാധനത്തിനെ കണ്ടുപിടിക്കണം. അങ്ങനെ പുതിയൊരു അക്കാഡമിക് ഇയർ കൂടി ഇതായിത്തിരിക്കുകയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസം പോലും ഇല്ല ജൂൺ 1. എങ്ങനെയാ നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും സ്കൂളിൽ പോകാനൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയിട്ട് ബുക്കൊക്കെ കവർ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണോ? എത്രയൊക്കെ പ്രിപ്പയർഡായി റെഡിയാണ് സ്കൂളിലേക്ക് പോകാൻ എന്നുണ്ടെങ്കിൽ പോലും, അതായത് പുതിയ ബുക്കും ബാഗും കുടയൊക്കെ കൊണ്ട് സ്കൂളിൽ പോകാൻ റെഡിയാണെന്നുണ്ടെങ്കിലും മാത്സ് പഠിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ പലരും സ്കൂളിൽ പോകണോ എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയാണ്. മാത്സ് പീരീഡ് പേടിച്ച് അല്ലെങ്കിൽ മാത്സ് ടീച്ചറിനെ പേടിച്ച് ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ മാത്സിനോടുള്ള പേടി മാറ്റാനും കുറച്ചൊന്ന് മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള തുടക്കം മുതൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരൻസായ അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചിയും ചേട്ടന്മാരൊക്കെ തന്നെ അവർക്കൊരു പേടി അങ്ങോട്ട് പകർന്നു കൊടുക്കരുത്. അതായത് മാത്സ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സബ്ജക്റ്റാണ്. അത് പഠിക്കാണ്ട് ശരിയാവില്ല. അത് എത്ര പഠിച്ചാലും കിട്ടില്ല. ഇരുന്ന് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. മാത്സ് ഇല്ലാണ്ട് നിങ്ങളൊന്നും എവിടെ എത്തില്ല എന്നുള്ള രീതിയിൽ കുറച്ച് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില കുട്ടികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ട്രിഗ്നോമെട്രി ആദ്യമായിട്ട് പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ട്രിഗ്നോമെട്രി എന്നുള്ളത് ഒരു ഭയങ്കര സംഭവമാണ്. ട്രിഗ്നോമെട്രി എത്തിയോ ഇനി, അല്ലെങ്കിൽ 10th എത്തിയോ ഇനി സൈനും കോഴ്സും ഒക്കെ പഠിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, മാത്സ് ഡിഫിക്കൽട്ടാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കാതിരിക്കുക, അവർക്കൊരു പ്രീ ജഡ്ജ്മെന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് എല്ലാവരും ഈ മാത്തമാറ്റീഷ്യൻസും സയന്റിസ്റ്റും ഒന്നും ആവണമെന്നില്ല. ചിലർക്ക് വേറെ പാത്തായിരിക്കാം. ആ ഒരു കാര്യം നമ്മളും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പം മാത്സ് പഠിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ല. പക്ഷെ ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പാസ് മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് ഫുള്ള് വാങ്ങിക്കണമെന്നോ ഫുൾ A1 വാങ്ങിക്കണമെന്നോ ഒന്നുമല്ല, നല്ലൊരു മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഒരു പാരന്റിന്റെ ആഗ്രഹം മാത്രമല്ല, അതൊരു കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മാത്സിൽ ഒരു നല്ല പെർസെൻറ്റേജ് വാങ്ങിക്കാനായിട്ട് ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും തന്നെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാര്യം ഇതാണ്, അവരെ അങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്സ് ഒരു സബ്ജക്റ്റ് എന്നതിനപ്പുറം അവരൊക്കെ കളിക്കുന്ന ഒരു വീഡിയോ ഗെയിമിലെയോ അല്ലെങ്കിൽ അവർ സോൾവ് ചെയ്യുന്ന ഒരു പസിലത്തെയോ ഒക്കെ പോലെ ഒരു പസിലാണ് നമ്മളിപ്പോൾ ഈ സോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വേർഡ് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്ലൂസ് വെച്ചിട്ട് നമ്മൾ അവർ ചോദിച്ചൊരു സാധനത്തിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കണ്ടുപിടികളൊക്കെ എപ്പോഴും ഒരു പസിലിൻ്റെ ഭാഗം, നമ്മളൊരു പസിൽ സോൾവ് ചെയ്തെടുക്കണം, ഒരു ഗെയിം സോൾവ് ചെയ്യണു എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ. ഇപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രൂവ് ദിസ്, പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അപ്പുറത്തേക്ക് എത്തിച്ചാൽ മതി. നമുക്ക് ആൻസർ എന്താണെന്നറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ വെച്ചിട്ട് അവിടേക്ക് അങ്ങോട്ട് എത്തിച്ചാൽ മാത്രം മതി. സോ ടേക്ക് ഇറ്റ് ആസ് എ പസിൽ അല്ലെങ്കിൽ ഒരു ഗെയിം, ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ എടുക്കുക. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ആ ഓരോ വഴിയിലും എങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് ഓരോ സ്റ്റെപ്പിലേക്ക് പോകാമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. സോ അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റിലായിട്ട് കാണുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും നിന്നും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എങ്ങനെ പോകണം എന്നറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 10th പഠിക്കുന്ന ഒരു കുട്ടിക്ക് ട്രിഗ്നോമെട്രി പഠിക്കുന്നുണ്ട്. അവർ ട്രിഗ്നോമെട്രി പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാണ്, ആ കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 45 പ്ലസ് tan 30. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, sin 45 എന്ന് പറയുന്നത് 1/√2 ആണ്, ആൻഡ് tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ 1/√2 പ്ലസ് 1/√3 ആണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ sin 45 = 1/√2 എന്നും sin 30 = 1/√3 എന്നും എഴുതി കഴിഞ്ഞാൽ അവരുടെ 10th ആ കാര്യം പഠിച്ചു കഴിഞ്ഞു. അവർ പഠിച്ച കാര്യം അപ്ലൈ ചെയ്തു. 10th അത്ര മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. sin 45ന്റെ വാല്യൂ എന്താ, tan 30യുടെ വാല്യൂ എന്താ, ഇതോടെ നമ്മൾ 10th കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്,
1/√3 പ്ലസ് 1/√2 അത് ചെയ്യാൻ നമ്മൾ 10th പഠിക്കുന്നത്. അത് നമ്മൾ 7th 8th പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ 10th അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 10th നമ്മൾ വളരെ കുറച്ച് കാര്യം മാത്രമേ അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചു. അത് ആഡ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് 10th അത് മുമ്പത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഹൈസ്കൂളിലേക്ക് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഒരു 7th അല്ലെങ്കിൽ 8th എത്തിയ സ്റ്റുഡൻസ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്പറേഷൻസ്. ഞാൻ എടുത്തു പറയുന്നു, ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അറിയാണ്ട് ഏതെങ്കിലും കുട്ടികൾ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ എത്തും. 10th എത്തിയിട്ട് പോലും ബേസിക് ഓപ്പറേഷൻസിൽ കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. സോ ബേസിക് ഓപ്പറേഷൻസ് നിങ്ങളുടെ കുട്ടികൾക്ക് നന്നായിട്ട് തറവാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമല്ല, എന്ത് റാഷണൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, അതായത് നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ്, റാഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ്, ഡെസിമൽസിൻ്റെ ഓപ്പറേഷൻസ്, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, ഫ്രാക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ പക്കാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, ഇതിലെവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ അവർ ദേ ആർ ഗോയിങ് ടു സ്ട്രഗിൾ. ഇപ്പം ഇതിപ്പോൾ 10th എത്താൻ കാത്തു നിൽക്കണ്ട കേട്ടോ. 10th എത്താൻ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഫൗണ്ടേഷനൊക്കെ വീക്കായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അവിടെ നിന്ന് തൊട്ടുള്ളത് അങ്ങോട്ട് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രീവിയസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. പിന്നെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമില്ലാത്തതാണ് അടുത്തൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിയൽ ലൈഫ് ആയിട്ടുള്ള കുറേ എക്സ്പോഷർ അങ്ങോട്ട് കൊടുക്കുക. അതായത് ഷോപ്പിങ്ങിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വില നോക്കിയിട്ട് ഇത്ര രൂപ കൊടുത്തിട്ട് നീ ഇതിന് ഷോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു വിടാം. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള, ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാം. അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് അവർക്ക് മണിയുടെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാം, കറൻസി ഡിനോമിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. പ്ലസ് നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഈ ടൈമിനനുസരിച്ച് നമ്മളിപ്പോൾ ഇത്ര സമയത്ത് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ, ഈ ഇന്ന ബസ്സിന് പോകണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് ഈ ടൈം കാൽക്കുലേഷൻ, നമ്മൾ റീഡിങ് ക്ലോക്ക്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ആയിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ കുക്കിംഗ്, നമ്മളിപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അതിപ്പോൾ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ് കുക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഒരാൾക്കൊരു ചായ ഉണ്ടാക്കാനായിട്ടുള്ള മെഷർമെൻറ്റ്, അതേ മെഷർമെൻറ്റിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് റേഷ്യോ എടുത്തിട്ട് ഒരു 10 പേർക്കോ 5 പേർക്കോ എങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മെഷർമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറച്ചായിട്ട് റിയൽ ലൈഫ് എക്സ്പോഷേഴ്സ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ബുക്കും ബാഗും യൂണിഫോമും എല്ലാതും ഉണ്ടെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും മിസ് ചെയ്യരുതാത്തൊരു സാധനമാണ് അവരുടെ ജോമെട്രി ബോക്സ്. മിക്ക കുട്ടികളും ചിലപ്പോൾ ജോമെട്രി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് കോമ്പസ് ഉണ്ടാവില്ല, പ്രൊട്രാക്ടർ ഉണ്ടാവില്ല, എന്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കെയിലോ അല്ലെങ്കിൽ റൂളറ്, പെൻസിൽ, ഷാർപ്പൻഡ് ആയിട്ടുള്ള പെൻസിൽ പോലും ഇല്ലാതെ ജോമെട്രി ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുണ്ട്. സോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുക, കാരണം അവർ ആ കൺസ്ട്രക്റ്റ് ചെയ്ത് തന്നെയാണ് അവർക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. നല്ലൊരു ജോമെട്രി ബോക്സ്, അത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്ന ഒരു ജോമെട്രി ബോക്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യാം. പിന്നെ എന്താ പറയുക, ഒരുപാട് ബുക്കുകൾ ഇപ്പോൾ വളരെ ഹൈ ലെവലിലാണ് മാത്സ് നിൽക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ഫോർ അതർ ബുക്സ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ NCERT സജസ്റ്റ് ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ മോർ ദാൻ ഇനഫാണ്. അതിൽ ഒരുപാട് എക്സസൈസസ്, ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തറവായിട്ട് ചെയ്താൽ തന്നെ ആ കുട്ടിക്കൊരു നല്ലൊരു ശതമാനം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത് ചെയ്ത് തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം മാത്സ് എന്നുള്ള ഒരേ ഒരു സബ്ജക്റ്റ് നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റില്ല. വായിച്ചൊരിക്കലും നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല, അത് ഓർമ്മയിൽ നിൽക്കില്ല. ചെയ്ത് തന്നെയാണ് നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക്
നാളെ മാത്സ് പേടിയില്ലാത്തൊരു സബ്ജക്റ്റായിട്ട് തന്നെ മാറട്ടെ. അവർ നന്നായിട്ട് തന്നെ ഈ വർഷം ഇനി വരുന്ന വർഷങ്ങളിലും മാത്സിൽ പെർഫോം ചെയ്യട്ടെ. താങ്ക് യു.